ഇറാനുമായുള്ള യുദ്ധത്തിൽ വൻതോതിൽ മിസൈലുകളും പ്രതിരോധ കവചങ്ങളും ഉപയോഗിച്ച് തീർത്തത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നതായി റിപ്പോർട്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച് ഇറാൻ യുദ്ധത്തിൽ ഇതിനോടകം ആയിരക്കണക്കിന് അത്യാധുനിക ആയുധങ്ങളാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഇത് ഭാവിയിൽ തായ്വാൻ വിഷയത്തിൽ ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കയുടെ കരുത്തിനെ ബാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്ക ഏകദേശം 1000 ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളും 1500-നും 2000-നും ഇടയിൽ ആധുനിക വ്യോമ പ്രതിരോധ മിസൈലുകളും ഉപയോഗിച്ചു കഴിഞ്ഞു. തായ്വാൻ സംരക്ഷണത്തിനായി കരുതി വച്ചിരുന്ന ആയുധങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗവും. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ പക്കലുള്ള ടോമഹോക്ക് മിസൈലുകളുടെ 25% ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ 40% കുറവുണ്ടായി. ഈ ആയുധശേഖരം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കുറഞ്ഞത് 6 വർഷമെങ്കിലും എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിലുണ്ടായ ഈ കുറവ് പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ചൈനയുടെ സൈനിക ശേഷി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ചൈനയുടെ പക്കൽ 600-ലധികം ആണവ പോർമുനകളുണ്ടെന്നാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. തായ്വാനെതിരെ ചൈന ഒരു സൈനിക നീക്കം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ ആയുധങ്ങൾ അമേരിക്കയുടെ പക്കൽ തികയാതെ വരുമെന്ന് വിദഗ്ധർ ഭയപ്പെടുന്നു. എങ്കിലും അമേരിക്കയുടെ കരുത്ത് കുറഞ്ഞുവെന്ന വാർത്തകൾ ട്രംപ് ഭരണകൂടം തള്ളിക്കളഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം അമേരിക്കയുടേതാണ്. ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ ആയുധങ്ങൾ നമ്മുടെ പക്കലുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. ആയുധ നിർമ്മാണം വേഗത്തിലാക്കുവാൻ ലോക്ഹീഡ് മാർട്ടിൻ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളുമായി സർക്കാർ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി.